നമസ്കാരം. ഭക്ഷണത്തിൽ സസ്യ എണ്ണ ഒഴിവാക്കിയാൽ ക്യാൻസർ വളർച്ച മന്ദഗതിയിലാക്കാമെന്ന് പുതിയ പഠന റിപ്പോർട്ട്. പ്രോസ്റ്റേറ്റ് ക്യാൻസറിന്റെ ആദ്യഘട്ടത്തിലുള്ള 100 രോഗികളിൽ 1 വർഷത്തിലേറെ കാലം നടത്തിയ പഠനത്തിലാണ് ഗവേഷകർ ഇത് കണ്ടെത്തിയത്. സസ്യ എണ്ണ അടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ കുറച്ച് മാത്രം ഉപയോഗിക്കുകയും സാൽമോൺ തുടങ്ങിയ ഭക്ഷണങ്ങൾ കൂടുതലായി ഉപയോഗിക്കുകയും ചെയ്തവരിൽ സാധാരണ പാശ്ചാത്യ ഭക്ഷണക്രമം പിന്തുടരുന്നവരിലേക്കാൾ ക്യാൻസർ വളർച്ച കുറവായിരുന്നു എന്നാണ് കണ്ടെത്തിയത്. കടുകെണ്ണ, ചോള എണ്ണ, അതുപോലെ പരുത്തിക്കുരു എണ്ണ എന്നിവയിൽ ഒമേഗ-6 അധികമായി ഉണ്ട്. ഇത് കോശകലകളുടെ വീക്കം വർദ്ധിപ്പിക്കുകയും അതുവഴി ക്യാൻസർ ബാധ എളുപ്പത്തിലാക്കുകയും ചെയ്യുമെന്ന് നേരത്തെ നടത്തിയ ചില പഠനങ്ങളിലും കണ്ടെത്തിയിരുന്നു. ഇതിന് വിപരീതമായി മത്സ്യങ്ങളിൽ ധാരാളമായി കാണപ്പെടുന്ന ഒമേഗ-3 കൊഴുപ്പ് വീക്കത്തെ ചെറുക്കുകയും രോഗപ്രതിരോധ സംവിധാനത്തെ ശക്തമാക്കുകയും ചെയ്യും. ഗവേഷണത്തിന് നേതൃത്വം നൽകിയ UCLA സ്കൂൾ ഓഫ് മെഡിസിനിലെ യൂറോളജി പ്രൊഫസർ ഡോക്ടർ വില്യം ആരോൺസൺ പറയുന്നത്, നിങ്ങളുടെ ഭക്ഷണക്രമം ലളിതമായി ക്രമീകരിച്ചാൽ ക്യാൻസർ വളർച്ച മന്ദഗതിയിലാക്കാൻ കഴിയുമെന്നാണ് തെളിയിക്കുന്നത് എന്നാണ്. അതുകൊണ്ട് തന്നെ ക്യാൻസർ കൂടുതൽ ഗുരുതരമാകുന്നത് വൈകിപ്പിക്കാനും കഴിയും. അതേസമയം അമേരിക്കയിലെ ഒട്ടുമിക്ക മെഡിക്കൽ ബോർഡുകളും പറയുന്നത് സസ്യ എണ്ണകൾ സുരക്ഷിതമാണെന്നും അതിന് ക്യാൻസറുമായോ മറ്റേതെങ്കിലും രോഗങ്ങളുമായോ യാതൊരു ബന്ധവുമില്ലെന്നാണ്. അതേസമയം റോബർട്ട് എഫ് കെന്നഡി ജൂനിയർ ഉൾപ്പെടെ പല പ്രമുഖ വ്യക്തികളുടെയും ശ്രമഫലമായി അമിതവണ്ണം ഉൾപ്പെടെയുള്ള പലതിനും സസ്യ എണ്ണകൾ കാരണമാകുന്നുണ്ടെന്നുള്ള അവബോധം ജനങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് എന്നതും ഒരു വസ്തുതയാണ്. ചെറുപ്പക്കാരിൽ കുടലിലെ ക്യാൻസറിന് സസ്യ എണ്ണകൾ കാരണമാകുന്നു എന്ന യൂണിവേഴ്സിറ്റി ഓഫ് സൗത്ത് ഫ്ലോറിഡയിലെ ഗവേഷക സംഘത്തിന്റെ റിപ്പോർട്ട് പുറത്തുവന്ന് ഏതാനും ദിവസങ്ങൾക്ക് ശേഷമാണ് ഈ പുതിയ റിപ്പോർട്ടും ഇപ്പോൾ പുറത്തുവരുന്നത്. ആ പഠനത്തിലും ഗവേഷകർ പറയുന്നത് സസ്യ എണ്ണകളിൽ കാണുന്ന കൊഴുപ്പ് കോശകലകളുടെ വീക്കം ത്വരിതപ്പെടുത്തും എന്നാണ്. ഇത് കോശകലകൾക്ക് കേടുപാടുകൾ ഉണ്ടാക്കുകയും ട്യൂമറുകൾക്ക് വളരാനുള്ള സാഹചര്യം ഒരുക്കുകയും ചെയ്യും. ഈ ലിപിഡുകൾ 2 വിധത്തിലാണ് പ്രവർത്തിക്കുന്നത്. ഒന്ന് വീക്കത്തിന് കാരണമാവുകയും അതേസമയം ട്യൂമറുകളോട് പൊരുതുന്നതിൽ നിന്ന് ശരീരത്തെ തടയുകയും ചെയ്യും. എന്തായാലും രോഗികൾക്ക് ശസ്ത്രക്രിയയ്ക്ക് മുൻപായി റേഡിയേഷനും കീമോതെറാപ്പിയും ആവശ്യമായി വരും. എന്നാൽ 60% രോഗികളും ജീവിതശൈലിയും ഭക്ഷണക്രമവും നിയന്ത്രിച്ച് ട്യൂമർ വളരാതെ നോക്കുകയാണെന്നാണ് നാഷണൽ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ട് പറയുന്നത്.